ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് മുറുകെ പിടിക്കാനുള്ള അവിടുന്ന് അമലൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്നതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കടന്നു വന്നുകൊണ്ട് അതാ മഹാനായ ജുർമുസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു, റസൂലുള്ളാഹ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളെയും വേദനിപ്പിക്കരുത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളെയും പടച്ചവനെ വിഷമിപ്പിക്കരുതെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകരോട് കടന്നു വന്നുകൊണ്ട് അവിടുത്തെ അധ്യാപനങ്ങളെ ചോദിച്ച് മനസ്സിലാക്കുമ്പോ പടച്ചവനെ പ്രവാചകനോട് ആ സ്വഹാബത്തൊക്കെ ചേർത്ത് വെച്ചിരുന്ന ഏറ്റവും വലിയ സ്നേഹം എത്രയാണെന്നറിയോ? അത്ര വലിയ ആനന്ദമാ ചേർത്ത് വെച്ചിരുന്നതെന്നറിയോ? പ്രവാചകനോട് വല്ലാത്ത സ്നേഹമായിരുന്നു സ്വഹാബത്തിന്, വല്ലാത്ത ഇഷ്ടമായിരുന്നു സ്വഹാബത്തിന്. ആ സ്നേഹമാ നമുക്കും വേണ്ടത്. തന്റെ ജീവനേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാ പ്രവാചകന്റെ അനുയായികളായ സ്വഹാബത്ത്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലതാ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് നടന്നു പോവുകയാ. ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബി എന്റെ ശരീരം കഴിഞ്ഞ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങയാണെന്ന് പറയുമ്പോ അതാ പ്രവാചകർ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, സഹാബാ, എന്റെ ശരീരം കഴിഞ്ഞാൽ എന്നല്ല, സ്വന്തം ശരീരത്തെക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് പ്രവാചകരെയാ എന്ന് പ്രവാചകൻ അവിടെ നിന്ന് അധ്യാപനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ, അല്ലാഹു തആല പറഞ്ഞത് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഉമർ തങ്ങൾ അവിടുന്ന് തിരുത്തി പറയുകയാ, നബിയേ, എന്റെ ശരീരത്തെക്കാൾ, ലോകത്തുള്ള ജനങ്ങളെക്കാൾ, സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ എല്ലാവരെയും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങയാണ് യാ റസൂലല്ലാഹ്, അങ്ങയാണ് യാ ഹബീബല്ലാഹ് എന്നവിടുന്ന് പറയുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എന്നാ പ്രവാചകനോടുള്ള ബന്ധവും സ്നേഹമുണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിനകത്ത് എവിടെയാ കിടക്കുന്നത്? നമ്മുടെ മനസ്സിനകത്ത് എവിടെയാ കിടക്കുന്നത്? നമുക്ക് ആ പ്രവാചകനെ സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? താബിഈകൾ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? താബിഈകൾ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പടച്ചവനെ, അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ എത്രത്തോളമാ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? സ്വന്തം ശരീരത്തെക്കാൾ പടച്ചവനെ, സ്വന്തം ഉമ്മയെക്കാൾ, വാപ്പയെക്കാൾ, ലോകത്തുള്ള മറ്റു ജനങ്ങളെക്കാൾ, കൂട്ടുകാരെക്കാൾ, എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് സ്നേഹം കൊടുക്കാൻ കഴിയേണ്ടത് മുത്തുനബിക്കാണല്ലോ. എന്നാൽ ആ പ്രവാചകനെ സ്നേഹിച്ചൊരു മനുഷ്യന്റെ കഥ ഞാൻ പറഞ്ഞു തരാ. എൻ്റെ പ്രിയമുള്ളവരെ, മദീന ഭരിച്ചിരുന്ന കാലഘട്ടത്തില് ഇസ്ലാമിക രാജ്യങ്ങളിലൂടെ അധിപനായി പടച്ചവനെ ഇസ്ലാമിക രാജ്യങ്ങളായി ഇസ്ലാമിക ഭരണാധികാരികളോ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, റബ്ബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, മുത്തുനബിയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതാ പടച്ചവനെ മദീന ഭരിച്ചിരുന്ന ആളുകളുണ്ടല്ലോ. ഒരിക്കലതാ ഭരണാധികാരിക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ കടന്നു വരികയാ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, അമീറുൽ മുഅ്മിനീനെ, അമീറെ, ഈ മുഅ്മിനീങ്ങളുടെ നേതാവായ അമീറെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയുകയാണ്. ഈ മദീനയിലേക്ക് നാളെ ഒരാൾ കടന്നു വരുമല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, ചേർത്ത് വെച്ചോ, ജീവിതത്തിലൊന്ന് പകർത്തിക്കോ. പടച്ചവനെ, ഈ ചരിത്രം വല്ലാതെ തന്റെ ജീവിതത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രമാണല്ലോ. അതാ കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പടച്ചവനെ മനാമിൽ കടന്നു വന്നുകൊണ്ട് പറയുകയാ, അമീറേ, നാളെ ബഗ്ദാദിന്റെ മണ്ണിൽ നിന്ന് മദീനയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുമല്ലോ.
ഈ മദീനയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുമല്ലോ. ആ മനുഷ്യന്റെ അടയാളം എന്തെന്നറിയോ? വളരെ പ്രായം ചെന്ന ഒരാളാണ്. ശരീരം ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ടോ, ഇന്നാലിന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ടോ, തന്റെ മുതുകത്തൊരു ഭാണ്ഡവും ഉണ്ടായിരിക്കുന്നതാ. അങ്ങനെ ഈ മദീനയുടെ ബോർഡർ കടന്നു വരികയാ. ഉംറ നിർവഹിക്കാൻ എന്റെ അടുത്തേക്ക് റൗളാ ഷരീഫിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ടോ എന്നോടൊന്ന് സലാം പറയാൻ, എന്നെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ അവിടുന്ന് കടന്നു വരുമല്ലോ. പടച്ചവനെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതാ മനുഷ്യൻ കടന്നു വരുമ്പോ ഈ മദീനയുടെ മണ്ണിലേക്ക് അയാളെ കടത്തരുതോ, അയാളെ മദീനയിലെ മണ്ണിലേക്ക് കടത്തരുതോ, ഇങ്ങോട്ട് അദ്ദേഹത്തിന് പ്രവേശനം കൊടുക്കരുത് എന്ന് ഭരണാധികാരിയോട് പറയുമ്പോ പടച്ചവനെ, പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ തന്റെ പട്ടാളക്കാരെ മുഴുവനും അവിടുന്ന് വിളിക്കുകയാണ്. ഓരോ ബോർഡറില്, ബഗ്ദാദിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ബോർഡറില് ഓരോ പട്ടാളക്കാരെ നിർത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇന്നലെ മനാമിൽ കടന്നു വരികയാ. ബഗ്ദാദിന്റെ മണ്ണിൽ നിന്നൊരാൾ കടന്നു വരുമല്ലോ, അയാളെ നിങ്ങൾ ഇങ്ങോട്ട് കടത്താൻ പാടില്ല. ഇന്നാലിന്ന അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. പടച്ചവനെ, പട്ടാളക്കാര് ചോദിക്കുകയാണ്, അയാള് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ അയാളെ ഞങ്ങൾക്ക് വേണ്ട രൂപത്തിൽ തിരിച്ചറിയുന്നത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അയാളുടെ മുമ്പിൽ പോയിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് അയാള് ബോധരഹിതനായിട്ട് താഴെ വീഴുമല്ലോ, അയാള് ബോധം കെട്ട് താഴെ വീഴുമല്ലോ. അയാളായിരിക്കും പെടഞ്ഞുകൊണ്ട് വീഴുന്ന ആളാണ് അദ്ദേഹമെന്ന് അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. അതാ തന്റെ മുമ്പിലേക്ക് കടന്നു വന്ന പട്ടാളക്കാരോട് അതാ അവിടുന്ന് അമീർ പറഞ്ഞു കൊടുക്കുകയാ, ഇന്നാലിന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടോ, ഇന്നാലിന്ന കാര്യങ്ങളൊക്കെയാണെന്ന് പറയുമ്പോ അതാ പടച്ചവനെ, പട്ടാളക്കാർ അതാ ബഗ്ദാദിന്റെ ബോർഡറിലേക്ക് കടന്നു ചെല്ലുകയാ. ആ ഭാഗത്തേക്ക് കടന്നു ചെന്നു. ഒരുപാട് ആളുകൾ മദീനയിലേക്ക് കടന്നു വരുന്നുണ്ട്. പടച്ചവനെ, കുറച്ചു സമയം കഴിഞ്ഞു. പാതിരാ സമയത്തിന്റെ നിശബ്ദതയിലേക്ക് പടച്ചവനെ കാലാവസ്ഥ മാറുമ്പോ, ഈ പ്രപഞ്ചം മാറുമ്പോ ഒരാളതാ വൃദ്ധനായ ഒരാളിങ്ങനെ കടന്നു വരികയാ. അയാള് തടഞ്ഞു നിർത്തുകയാ. പറയപ്പെട്ട അടയാളം മുഴുവനും ഉണ്ടല്ലോ. അല്ലാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ അവിടുന്ന് പറഞ്ഞ എല്ലാ അടയാളവും ഉണ്ടല്ലോ, അവിടുന്ന് എല്ലാ അടയാളമുണ്ട്. പടച്ചവനെ, അയാളുടെ മുമ്പിൽ വെച്ചിട്ടോ ഇവരതാ അവിടുന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയുകയാ, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതങ്ങ് പറയേണ്ട താമസമതാ ആ മനുഷ്യൻ പിടഞ്ഞിട്ട് താഴെ വീഴുകയാണല്ലോ, അതാ അവിടുന്ന് സ്വഹാബത്ത് മുഴുവൻ പടച്ചവനെ ഇരിക്കുന്ന പട്ടാളക്കാർ അദ്ദേഹത്തെ ബോധരഹിതനായി കിടക്കുന്ന ആളാണല്ലോ, അദ്ദേഹത്തെ എണീപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ മദീനയിലേക്ക് കടക്കാൻ പാടില്ല. പിറ്റേ ദിവസവും അതാ അയാൾ വരികയാ. അന്നും റസൂലുള്ള വന്നിട്ടുണ്ട് മനാമില്. അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് 32 ദിവസമാ കടന്നു വന്നത്. 33ാമത്തെ ദിവസം അവിടുന്ന് ആയപ്പോ പടച്ചവനെ 32 ദിവസവും പറഞ്ഞു വിടുകയാണല്ലോ. 33ാമത്തെ ദിവസം കടന്നു വന്നപ്പോ അതാ മനുഷ്യന്റെ നാട്ടിൽ നിന്ന് ഒരാള് ഹജ്ജിന് വരികയാ, ഒരാള് ഉംറയ്ക്ക് വരികയാ. പുന്നാർ നബി തങ്ങളെ സിയാറത്തിന് വേണ്ടി കടന്നു വരികയാ. അയാളോട് പറയുന്നു, നിങ്ങളുണ്ടല്ലോ പടച്ചവനെ. ആ മനുഷ്യൻ പറയുകയാണ്, നിങ്ങളുടെ എല്ലാ സമ്പത്തും ഞാൻ നിങ്ങൾക്ക് നൽകാം, നിങ്ങൾ എന്നെ റസൂലുള്ളാഹിന്റെ ചാരത്തേക്കൊന്ന് കൊണ്ടുവരുമോ? റസൂലുള്ളാഹിന്റെ ചാരത്തേക്കൊന്ന് കൊണ്ടുവരുമോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എൻ്റെ പ്രിയമുള്ളവരെ അതാ അവിടുന്ന് അന്നത്തെ ദിവസവും പടച്ചവനെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ട്. അതാ അവിടുന്ന് ഈ മനുഷ്യൻ പറയുകയാണ്, റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകണേ. ആ പറഞ്ഞ മനുഷ്യൻ വലിയ വിറക് കെട്ടുണ്ടാക്കുകയാ. ആ വിറക് കെട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ടായി മനുഷ്യനെ മദീനയിലേക്ക് കൊണ്ടുപോകുന്നത്. പടച്ചവനെ ഈ മനുഷ്യനെ ചുമന്നുകൊണ്ട്, വൃദ്ധനായ മനുഷ്യനെ ചുമന്നുകൊണ്ട് പോവുകയാ. കാര്യം എന്തെന്നറിയോ? എനിക്കെന്റെ റസൂലുള്ളാഹിനെ കാണലാ എനിക്ക് മുഖ്യം. എന്റെ സമ്പത്തല്ല, എന്റെ ആരോഗ്യമല്ല, എന്റെ സമയമല്ല, എന്റെ അധ്വാനമല്ല. എന്റെ ഹൃദയത്തിൽ എന്റെ പ്രവാചകരാ. ആ പ്രവാചകനെ കാണലാണ് എന്റെ ലക്ഷ്യമതാ. പടച്ചവനെ ഈ മനുഷ്യന് ഈ വിറക് കെട്ടിന്റെ ഉള്ളറയിൽ ഇങ്ങനെ കിടക്കുമ്പോ അതാ കൊണ്ടുവരുന്ന ആള് പറയുകയാണ്, നമ്മൾ മദീന എത്തിയിട്ടുണ്ട്, നമ്മൾ മദീന എത്തിയിട്ടുണ്ട്. പടച്ചവനെ ഒരു സന്തോഷം കൊണ്ടുള്ള തേങ്ങലാണ്. അല്ലാഹുവേ, വിറക് കെട്ടിന്റെ ഉള്ളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ആർത്താർത്ത് ഒഴുകുകയാ. ചരിത്രത്തിൽ കാണാം എൻ്റെ പ്രിയമുള്ളവരെ, ഏറ്റി നടക്കുന്ന മനുഷ്യന്റെ ശരീരം നനയുന്ന രീതിയിലാ കണ്ണുനീരൊഴുകിയത്. പടച്ചവനെ, കണ്ണുനീര് കണ്ടിട്ടോ അവിടുന്ന് തന്റെ അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാര് പടച്ചവനെ മനസ്സിലാവുകയാ. അയാളെ താഴെ ഇറക്കുകയാണ്, മദീനയിലേക്ക് കടക്കരുതെന്ന് പറയുകയാണ്. പടച്ചവനെ 32ാമത്തെ ദിവസവും അവിടുന്ന് വിലക്കിയപ്പോ അയാൾക്ക് അവിടുന്ന് വല്ലാത്ത സങ്കടമായി. അയാൾ കരയുകയാ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയെ കാണാനാ ബഗ്ദാദിൽ നിന്ന് കിലോമീറ്ററുകളോളം താണ്ടി വന്നത്. അങ്ങ് എന്നെ ഇഷ്ടമല്ലേ? അങ്ങേക്ക് എന്നെ ഇഷ്ടമല്ലേ? പടച്ച തമ്പുരാനോട് പറഞ്ഞു, അല്ലാ, ഈ ദുനിയാവിൽ എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെയാ വേണ്ടത്. ഇത്രയും കാലം എൻ്റെ സമ്പത്തും എൻ്റെ ആരോഗ്യവും എൻ്റെ ശരീരം മുഴുവനും ഞാൻ ചെലവഴിച്ചത്, ഞാൻ അവിടുന്ന് പടച്ചവനെ കൊടുത്തിട്ടുള്ളത് എൻ്റെ ഹബീബിനെ കാണാനാ, എൻ്റെ ഹബീബിന്റെ ചാരത്തേക്ക് എത്താനാ. പടച്ചവനെ, അവിടുന്ന് റസൂലുള്ളാഹിന്റെ പേര് പാറാവുകാര് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ അവിടെ പിടഞ്ഞു വീഴുകയാ. പ്രിയമുള്ളവരെ, അവിടുന്ന് പിടഞ്ഞു വീഴുകയാണല്ലോ. അല്ലാ അല്ലാ, അദ്ദേഹം പറയുകയാ, കരഞ്ഞുകൊണ്ട് പറയുകയാ, ഇനി നാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകൂല അല്ലാ, ഇനി എൻ്റെ നാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകില്ല അല്ലാ. ഇവിടെ കിടന്നിട്ട് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ഇവിടെ കിടന്നിട്ട് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ. എനിക്കെന്റെ പ്രവാചകനെ കാണണല്ലോ, എനിക്കെന്റെ റസൂലുള്ളാഹിനെ കാണണല്ലോ. പടച്ചവനെ, ആ മനുഷ്യന്റെ കരച്ചിൽ കേട്ടിട്ട്, ആ മനുഷ്യന്റെ ആ കിട്ടഹാസം കേട്ടിട്ട് പട്ടാളക്കാര് പടച്ചവനെ അമീറിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഏ അമീറേ, ആ മനുഷ്യനുണ്ടല്ലോ എന്ത് തെറ്റ് ചെയ്തവരാ, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അയാളെ വിലക്കുന്നത് മദീനയിലേക്ക് കടക്കാൻ. അയാളുടെ അട്ടഹാസം കേട്ടിട്ട്, റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് കേട്ടിട്ട്, സ്നേഹങ്ങൾ കേട്ടിട്ട് പടച്ചവനെ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ലല്ലോ. അയാളുടെ ജീവിതത്തിലുള്ള നന്മ എന്താ? എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അയാളെ മദീനയിലേക്ക് വിലക്കുന്നതോ? പടച്ചവനെ, ഇത് ചോദിക്കേണ്ട താമസമതാ. അവിടുന്ന് അമീർ കണ്ണുനീരോട് കൂടെ പറയുകയാ, ഓരോ ദിവസവും റസൂലുള്ള മനാമിന് വന്നിരിക്കുകയാണല്ലോ. അല്ലാഹുവേ, എന്നോട് റസൂലുള്ള പറയുകയാണ്, അയാളെ മദീനയിലേക്ക് കടത്തല്ലേ, അയാളെ മദീനയിലേക്ക് കടത്തല്ലേ. അയാൾക്ക് എന്നോട് വല്ലാത്ത മഹബ്ബത്താ, അയാൾക്ക് എന്നോട് വല്ലാത്ത സ്നേഹമാണല്ലോ. ആ സ്നേഹം കാരണത്താൽ എന്റെ മുമ്പിൽ വന്നിട്ട് അയാൾ സലാം പറഞ്ഞാൽ
എന്റെ മുമ്പിൽ വന്നിട്ട് അയാള് സലാം പറഞ്ഞ അയാളെ സലാമിന് ഞാൻ ചിലപ്പോ എണീറ്റ് പോയിട്ട് മറുപടി പറയുമല്ലോ. അത് പടച്ചവനെ പ്രയാസമാണല്ലോ. അത്രത്തോളം അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നോ. അതാ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പ്രിയമുള്ളവരെ പറയുന്നത്. അവസാനം അയാളെ കരച്ചിൽ കണ്ടിട്ട് അയാള് പടച്ചവനെ തളർന്നു വീഴുകയാണല്ലോ. അയാൾ അവിടെ തളർന്നു വീഴുകയാണല്ലോ. ആ മനുഷ്യനോട് പടച്ചവനെ തളർന്നു കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ റസൂലുള്ള വന്നിട്ട് അയാളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അമീറിനോട് പറഞ്ഞു, മനാമിൽ വന്നിട്ട് പറയുകയാ, അയാളെ കടത്തിവിടണേ, കടത്തിവിടണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിന്റെ മുമ്പിൽ പടച്ചവനെ ആ മനുഷ്യൻ വന്നിട്ട് പൊട്ടിക്കരയുകയാ. ആ മനുഷ്യൻ കരയുകയാ. പടച്ചവനെ കരഞ്ഞെന്ന് മാത്രമല്ല ഉമ്മ, അയാൾ അവിടെ ബോധരഹിതനായിട്ട് വീഴുകയാണോ. അയാളുടെ ശരീരം അവിടെ നിശ്ചലമായി പോവുകയാ. അസ്റായീൽ ഇറങ്ങി വന്നു ഉമ്മ അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോവുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഇതാ റസൂലുള്ളാഹിയോടുള്ള സ്നേഹമെന്നു പറഞ്ഞാൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് സ്നേഹിച്ചു എന്ന് മാത്രമല്ല, അള്ളാഹുവെ പടച്ചവനെ ആ പരിശുദ്ധമായ ആ പുണ്യമായ റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ റൗള ശരീഫിന്റെ ചാരത്ത് കിടന്നിട്ട് അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയി. എൻ്റെ പ്രിയമുള്ളവരെ, ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹിയോടുള്ള സ്നേഹം അവിടുന്ന് ഹൃദയത്തിലേക്ക് അങ്ങ് കയറിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഏറ്റവും വലിയൊരു ബന്ധം നോക്കുകയാണെങ്കിൽ നിങ്ങൾ, മുത്തുനബിയിലേക്കുള്ള ആ ഒരു ചേർച്ച, അല്ലെ, മുത്തുനബിയുള്ള ആ വലിയ ബന്ധം, ആ വലിയ സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അല്ലാഹു തആല നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മനസ്സിലാക്കി, മുത്തുനബിയെ മനസ്സിലാക്കി ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നാമീൻ പറ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് റസൂലുള്ളാഹിയെ സ്നേഹിക്കണം. ആരെക്കാൾ? തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയേക്കാൾ, ബാപ്പയേക്കാൾ, മറ്റു എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് എന്നുള്ള ഒരു ബോധം എൻ്റെ പ്രിയമുള്ളവരെ നമുക്കുണ്ടാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.